ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ. നമ്മൾ വസിക്കുന്ന ഈ കലിയുഗ കാലത്തിൽ നമ്മുടെ കുട്ടികളെ എങ്ങനെയാണ് ശരിക്കും വളർത്തിയെടുക്കേണ്ടത് എന്നതിനെപ്പറ്റി ഭഗവാൻ ശ്രീകൃഷ്ണൻ എത്രയോ ആയിരം വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞു വച്ചിട്ടുണ്ട്. സൽഗുണസമ്പന്നരായി കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കണമെങ്കിൽ കുന്തി ദേവിയെപ്പോലെ കണ്ണുകൾ തുറന്നു പിടിച്ച് അവർക്കൊപ്പം നിൽക്കണം. കണ്ണു തുറന്ന് അവരുടെ തെറ്റുകൾ കണ്ടെത്തണം, അത് തിരുത്തണം, അവരുടെ നന്മകളെ അഭിനന്ദിക്കണം. അല്ലാതെ ഗാന്ധാരിയെപ്പോലെ എല്ലാത്തിനും നേരെ കണ്ണു മൂടിക്കെട്ടി നടക്കുന്നവരാകരുത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. പാണ്ഡവ കൗരവ യുദ്ധം കഴിഞ്ഞ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ധൃതരാഷ്ട്രയെയും ഗാന്ധാരിയെയും സന്ദർശിച്ചു. അപ്പോൾ ഗാന്ധാരി ശ്രീകൃഷ്ണൻ്റെ അടുത്ത് വന്ന് വലിയ മാനസിക വിക്ഷേപത്തോടെ പറഞ്ഞു, കൃഷ്ണ, നീ അവതാരമാണ്, അതുല്യനാണ്, ത്രികാലജ്ഞാനിയാണ്, എല്ലാം വ്യക്തമായി അറിയുന്നവനാണ്. എൻ്റെ ഭർത്താവ് അന്ധനാണെന്നും ഭർത്താവിനില്ലാത്ത ഒരു സൗകര്യവും എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ച ഞാൻ എൻ്റെ 2 കണ്ണുകളും കെട്ടിയാണ് ജീവിക്കുന്നതെന്നും നിനക്കറിയാം. കൃഷ്ണ, നീ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഞങ്ങളുടെ മരണസമയത്ത് ഒരു തുള്ളി ഗംഗാജലം തരാൻ, ഒരു വായ്ക്കരിയിടാൻ ഒരു ആന്തരിയെപ്പോലും നീ ശേഷിപ്പിച്ചില്ലല്ലോ. ഗാന്ധാരിയുടെ വേദനാജനകമായ വാക്കുകൾ കേട്ട ശ്രീകൃഷ്ണൻ ശാന്തനായി മറുപടി പറഞ്ഞു, അമ്മയുടെ ഭർത്താവിന് കണ്ണ് കാണാൻ കഴിയില്ല എന്നത് അമ്മയ്ക്കറിയാം. പിന്നെ എന്തിന് അമ്മ കണ്ണു മൂടിക്കെട്ടി നടന്നു? കുന്തി മാതാവിനെ നോക്കൂ. വേണ്ട സഹായവും സേവനവും നൽകി തൻ്റെ 3 മക്കളെയും അതിനോടൊപ്പം തന്നെ മാദ്രിയുടെ 2 മക്കളെയും സംരക്ഷിച്ചു. കൊട്ടാരത്തിലെ ജോലിയെല്ലാം അവർ മുറ പോലെ ചെയ്തു തീർത്തു. എത്ര കഷ്ടപ്പെട്ടാണ് അവർ ആ 5 മക്കളെ വളർത്തി വലുതാക്കിയത്. 13 വർഷം വനവാസവും പിന്നെയും 1 വർഷം അജ്ഞാതവാസവും അമ്മയുടെ മക്കൾ അവർക്ക് വിധിച്ചു. അപ്പോഴെല്ലാം തൻ്റെ മക്കളിൽ മൂല്യബോധം വളർത്താൻ ആ അമ്മ യത്നിച്ചു. അങ്ങനെ ധർമ്മബോധത്തോടെ വളർന്ന പാണ്ഡവരെ നശിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. പക്ഷേ ഗാന്ധാരി അമ്മ ചെയ്തതെന്താണ്? പാതിവ്രത്യത്തിൻ്റെ പേരിൽ കണ്ണുകൾ 2 മൂടിക്കെട്ട് നടന്നു. അതിൻ്റെ ഫലമോ? മക്കളിൽ 100 പേരിലും അഹങ്കാരവും വൈരാഗ്യവും അസൂയയും വളർന്നു വന്നു. തന്നിഷ്ടക്കാരായി അവർ വളർന്നു വന്നു. അമ്മ ഒന്ന് മനസ്സിലാക്കണം, അമ്മയുടെ മക്കളെ ഇല്ലാതാക്കിയത് ഞാനല്ല, പാണ്ഡവരുമല്ല. അവരെ ഇല്ലാതാക്കിയത് അവരുടെ ചെയ്തികൾ തന്നെയാണ്. ഭഗവാന്റെ ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കൂ, പ്രത്യേകിച്ചും ഈ കലിയുഗത്തിൽ. ഇതുപോലെയല്ലേ നമ്മളിൽ പലരും? നമ്മുടെ കുട്ടികൾക്ക് നേരെ കണ്ണുകൾ മൂടിക്കെട്ടി നടക്കുകയല്ലേ? സൽഗുണസമ്പന്നരായ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കണമെങ്കിൽ കുന്തിദേവിയെപ്പോലെ കണ്ണുകൾ തുറന്നു പിടിച്ച് അവർക്കൊപ്പം നിൽക്കണം. കണ്ണു തുറന്ന് അവരുടെ തെറ്റുകൾ കണ്ടെത്തണം, അത് തിരുത്തണം, അവരുടെ നന്മകളെ അഭിനന്ദിക്കണം. അല്ലാതെ ഗാന്ധാരിയെപ്പോലെ എല്ലാത്തിനും നേരെ കണ്ണു മൂടിക്കെട്ടി നടക്കുന്നവരാകരുത്. എത്രയോ 1000 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ പറഞ്ഞ വാക്കുകൾ ഇന്ന് ഈ കലിയുഗത്തിലും അത്രമേൽ പ്രസക്തമാണ്. ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ.